ഏവർക്കും AJD അക്കാഡമിയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പ്രതിഭ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആർക്കൊക്കെ അപേക്ഷിക്കാം, എപ്പോഴാണ് അപേക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് മുതലായ പ്രധാന വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സ്കിപ്പ് ചെയ്യാതെ കാണുക, മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. നമുക്ക് മാറ്ററിലേക്ക് വരാം. ഇന്ത്യയിലെ സ്ഥാപനങ്ങളിലും സർവകലാശാലകളിലും ബേസിക് സയൻസ് അല്ലെങ്കിൽ നാച്ചുറൽ സയൻസ് വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്ക് പഠിക്കുന്നതിന് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 90% കൂടുതൽ മാർക്ക് നേടുന്ന കേരളീയരായ വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അർഹതയുള്ളത്. ഉന്നത പഠനത്തിലേക്കും ശാസ്ത്രമേഖലയിൽ ഒരു കരിയർ കണ്ടെത്താനും ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ സ്കോളർഷിപ്പിൻ്റെ ലക്ഷ്യം. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് വരുമാന പരിധിയില്ല. എന്നാൽ ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നവർക്ക് മറ്റ് സ്കോളർഷിപ്പുകൾക്ക് അർഹതയുണ്ടായിരിക്കില്ല. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത്. ഡിഗ്രിക്ക് 1-ാം വർഷം 12,000 രൂപ, 2-ാം വർഷം 18,000 രൂപ, 3-ാം വർഷം 24,000 രൂപ, 4-ാം വർഷം 40,000 രൂപ. പി ജിക്ക് 1-ാം വർഷം 40,000 രൂപ, 2-ാം വർഷം 60,000 രൂപ എന്നിങ്ങനെയാണ് സ്കോളർഷിപ്പ് തുക. അപേക്ഷിക്കേണ്ട വിധം എപ്രകാരമാണെന്ന് നോക്കാം. 2 ഘട്ടങ്ങളിലായാണ് അപേക്ഷ സമർപ്പണം പൂർത്തിയാകുന്നത്. 1-ാം ഘട്ടം എന്ന് പറയുന്നത് ഓൺലൈൻ രജിസ്ട്രേഷനാണ്. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി പുറപ്പെടുവിക്കുന്ന വിജ്ഞാപനം അനുസരിച്ച് അപേക്ഷകർ നിശ്ചിത തീയതിക്ക് മുമ്പ് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം. ഓൺലൈൻ രജിസ്ട്രേഷന് വേണ്ടി തയ്യാറാകുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്കൊരു മൊബൈൽ നമ്പർ ഉണ്ടാകണം, നിങ്ങൾക്കൊരു ഇമെയിൽ ID ഉണ്ടാകണം, അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും ആവശ്യമാണ്. അതിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ വിവരങ്ങളും കൃത്യമായി നൽകി 1-ാം ഘട്ടം രജിസ്ട്രേഷൻ പൂർത്തീകരിക്കപ്പെടുക. 2-ാം ഘട്ടം എന്ന് പറയുന്നത് താൽക്കാലികമായ ഒരു റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കും, പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ്. അതിൽ പേരുള്ള കുട്ടികൾ അവർ മാത്രമാണ് 2-ാം ഘട്ടത്തിലേക്ക് അപേക്ഷ പൂർത്തീകരിക്കാൻ അവസരം ലഭിക്കുന്നത്. അപ്പോൾ അവരുടെ അപേക്ഷകളുടെ സ്ഥിരീകരണത്തിന് വേണ്ടി, സ്കോളർഷിപ്പ് സ്ഥിരീകരണത്തിന് വേണ്ടി ഏതാനും രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, അപേക്ഷകൻ ഒപ്പിട്ട ബിരുദ കോഴ്സിന് പ്രവേശനം നേടിയ സ്ഥാപന മേധാവി അംഗീകരിച്ച വിദ്യാർത്ഥിയുടെ ഡാറ്റ ഷീറ്റ്. 2-ാമത്തത്, ഹയർ സെക്കൻഡറി ബോർഡ് പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പ് സ്വയം സാക്ഷ്യപ്പെടുത്തിയത്. 3-ാമത്തത്, അപേക്ഷകൻ SC/ST കാറ്റഗറിയിൽപ്പെട്ട ആളാണെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഉണ്ടാവണം. 4-ാമത്തത്, സ്വന്തം ജന്മസ്ഥലം കേരളമാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. മുമ്പ് പറഞ്ഞു, കേരളക്കാർക്ക് മാത്രമാണ് ഈ സ്കോളർഷിപ്പിന് അർഹതയുള്ളത്. 5-ാമത്തത്, നിബന്ധനകളും വ്യവസ്ഥകളും. അത് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് കൃത്യമായി ഡൗൺലോഡ് ചെയ്ത് അത് വിദ്യാർത്ഥി ഒപ്പിട്ടിട്ടുണ്ടാവണം. അതുപോലെ തന്നെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതുപോലെയുള്ള നിർദ്ദിഷ്ട ഫോർമാറ്റിലുള്ള ഈ പേയ്മെന്റ് ഫോം. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ നിശ്ചിത സമയത്തിനുള്ളിൽ ഈ പറഞ്ഞ രേഖകൾ സമർപ്പിക്കുന്നവരെ മാത്രമേ അന്തിമ റാങ്കിങ്ങിനായി പരിഗണിക്കുകയുള്ളൂ. സാധാരണഗതിയിൽ എല്ലാ വർഷവും മെയ് മാസത്തിലാണ് അപേക്ഷകൾ ക്ഷണിക്കുന്നത്. 2024-25 ഹയർ സെക്കൻഡറി പാസ്സായ കുട്ടികൾക്ക് ബിരുദ കോഴ്സിൽ ചേർന്നതിന് ശേഷം 2026 മെയ് മാസത്തിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വെബ്സൈറ്റ് കാണുക. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.